ഈ യൂട്യൂബിലും സൂമിലുമായി അനുദിനം വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ വിശ്വാസത്തോടും വളരെ പ്രാർത്ഥനയോടും വളരെ ദാഹത്തോടും കൂടെ ആയിരിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കും, സംസാരിക്കും. വളരെ ശാന്തമായി ചിന്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒത്തിരി ഒന്നും ഒച്ചപ്പാടും ബഹളവും ഒന്നും എടുത്ത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല. എങ്കിൽ ഇത് വായിക്കുമ്പോൾ ഒരു ഭയങ്കര തീയാകത്ത്, വായിക്കുമ്പോൾ ഒരു ഭയങ്കര തീയ. ശമൂവേൽ എഴുതിയ ഒന്നാം പുസ്തകം, ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ ചിന്തയെ നമുക്ക് തിരിക്കാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശമൂവേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും നല്ല ഒരു നേതാവായിരുന്നു ശമൂവേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് തിരുവെഴുത്തിൽ എവിടെയും തന്നെ നമുക്ക് മോശമോ ദോഷമോ ആയതും തൻ്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തെ ബാധിക്കുന്നതായ യാതൊന്നും തന്നെ ചെയ്തിട്ടുള്ളതായി തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നില്ല. ഇതിന്റെ കാരണം പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ തന്നെ ശമൂവേലിനെ വളർത്തിടം നമുക്കൊന്ന് നോക്കാൻ കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്നെ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രസവിച്ച ശമൂവേൽ ബാലനെ ദൈവം തന്നെ കടാക്ഷിച്ചതിന്റെ പേരിൽ തന്നെ വളർത്താൻ ഏൽപ്പിച്ച ഇടമെന്ന് പറയുന്നത് സമാഗമന കൂടാരമായിരുന്നു. ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് ഏലി പുരോഹിതന്റെ കീഴിൽ ശമൂവേലിനെ വളർത്താൻ ഏൽപ്പിച്ച തൻ്റെ ജീവിതത്തിൽ തന്നെ വളർത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ആരാധനാ ശബ്ദങ്ങളും പ്രാർത്ഥനാ ഗീതങ്ങളും പ്രാർത്ഥനാ ധ്വനിയും ആലയത്തിനകത്തുള്ള ദൈവസാന്നിധ്യവും അഭിഷേകത്തിന്റെ ശക്തിയുമായിരുന്നു ശമൂവേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു ബാലനെ വളർത്തി 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 ഈ പദവി വരെ എത്തിച്ചത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നമുക്കെല്ലാം മക്കളുണ്ട്. അവരെ വളർത്തേണ്ട ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കടഭാരത്തെക്കാളും വീടില്ലാത്തതിനേക്കാളും വിസ കിട്ടാത്തതിനേക്കാളും തൊഴിലില്ലായ്മയെക്കാളും ദാരിദ്ര്യത്തെക്കാളും ഏറെ ഇന്ന് ജനം പണ്ഡിതനെന്നും പാമരനെന്നും വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നും ദരിദ്രനെന്നും വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നും വെളുത്തവനെന്നും വ്യത്യാസമില്ലാതെ സകലരും തുല്യ ദുഃഖിതരായി തീരുന്ന ഒരു മേഖലയാണ് തലമുറകളെ കൊണ്ട്, തലമുറകളുടെ സ്വഭാവത്തെ കൊണ്ട്. എന്നാൽ ഹന്നയ്ക്ക് ദൈവം തന്റെ പുത്രനെ സമ്മാനിച്ചപ്പോ എന്നാ പിന്നെ ഞാൻ ഉപവസിച്ചതിന്റെ എല്ലാ മറുപടിയും കിട്ടി എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഓടുവല്ല ചെയ്തത്. ജനിച്ച ഉടനെ അവനെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചു, ദൈവനാമത്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചു. തൻ്റെ വളർത്തിടം പരിശോധിക്കുക, അത് ദൈവത്തിൻ്റെ ആലയമായിരുന്നു. ദൈവത്തിന്റെ ആലയമായിരുന്നു. ദൈവത്തിന്റെ ആലയത്തിനകത്ത് തഴച്ചതിന് ശേഷമാണ് താൻ ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് പടർന്നത്,
എന്നെനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ആലയത്തിൽ ഒരു ഭക്തൻ തഴയ്ക്കാൻ തുടങ്ങിയാൽ അവൻ രാജ്യത്തിലേക്ക് പടരാൻ തുടങ്ങും. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ ചുവട് പിടിക്കാൻ തുടങ്ങിയാൽ അവന്റെ ശിഖരങ്ങൾ പട്ടണത്തിലേക്ക് പുറത്തു വരും. ദൈവത്തിന്റെ ആലയത്തിനകത്തൊരു മനുഷ്യൻ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അവന്റെ പേരും അവനെ കൊണ്ടുള്ള ഉപയോഗവും പട്ടണത്തിലേക്കും രാജ്യങ്ങളിലേക്കും നീളാൻ തുടങ്ങും. ദൈവത്തിന്റെ ആലയത്തിനകത്തൊരു മനുഷ്യന് വളരാൻ സാധിച്ചാൽ അവന്റെ ചുവട് വെട്ടാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം അവന്റെ ബ്രാഞ്ച് മാത്രമേ പുറത്തേക്ക് കാണത്തുള്ളൂ. അവൻ എവിടെ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നുവെന്നോ, അവൻ എവിടെ നിന്ന് ലവണം വലിച്ചെടുക്കുന്നുവെന്നോ, അവൻ എവിടെ നിന്ന് അവന്റെ വളർച്ചയ്ക്ക് ആധികാരികമായത് അവൻ സ്വീകരിക്കുന്നുവെന്നോ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ബ്രാഞ്ചുകൾ, അവനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ രാജ്യത്തിന്റെയും പട്ടണത്തിന്റെയും പല ഭാഗത്തും നടക്കുമ്പോൾ അവന്റെ ശക്തി സ്രോതസ് ഏതാണെന്ന് അറിയണമെങ്കിൽ അവൻ ഇരിക്കുന്നിടത്തേക്ക് വരണം, അവൻ നിൽക്കുന്നിടത്തേക്ക് വരണം, അവൻ തഴയ്ക്കുന്നിടത്തേക്ക് വരണം. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിറവോടെ ഈ ദൂതിനെ ഞാൻ ചിലർക്ക് കൈമാറുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നതും, നിങ്ങൾ സന്തോഷത്തോടെ നടക്കുന്നതും, നിങ്ങൾ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുന്നതും, നിങ്ങൾ ഐശ്വര്യമായി മുമ്പോട്ട് പോകുന്നതും, എങ്ങനെ ഇവൻ ഇതൊക്കെ സാധിക്കുന്നു, എങ്ങനെ ഇവൻ ഈ രീതിയിൽ ജീവിക്കുന്നു, എങ്ങനെ ഇവൻ ഈ രീതിയിൽ നടക്കുന്നു, എങ്ങനെ ഇവൻ ഈ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നൊക്കെ പലരും പറയുമ്പോഴും, അസൂയ കണ്ണുകൊണ്ട് നോക്കുമ്പോഴും, അസൂയ കെട്ടുമ്പോഴും, അസൂയ കൊണ്ട് നിനക്ക് മതിൽ വെക്കുമ്പോഴും, ഞാൻ നിന്നോട് ആത്മാവിൽ ഇന്ന് രാത്രി പ്രവചിക്കുന്ന ഒരു വചനം ഇതാണ്. ശമൂവേൽ എന്ന ബാലനെ തന്റെ അമ്മയാകുന്ന ഹന്ന കൊണ്ട് പ്രതിഷ്ഠിച്ചത് സാത്താന്റെ ക്ഷേത്രത്തിലല്ല, തന്നെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ദൈവത്തിന്റെ ആലയത്തിലാണ്. ദൈവത്തിന്റെ ആലയത്തിലാണ്. മക്കളുള്ള അമ്മയപ്പന്മാർ എന്നെ കേൾക്കുന്നെങ്കിൽ അവർക്ക് എത്ര വയസ്സോ ആയിക്കൊള്ളട്ടെ, അവരെത്ര ഉന്നതരോ ആയിക്കോട്ടെ, അവരെത്ര IT ഉദ്യോഗമോ ആയിക്കൊള്ളട്ടെ, അവരെത്ര ബക്സ് ഓഫ് സാലറി മേടിക്കുന്നവരോ ആയിക്കോട്ടെ, ഇന്ന് രാത്രിയിലെങ്കിലും ഈ ദൂതിന്റെ മുമ്പിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളെ ഈ ദൈവാലയത്തിനകത്തേക്കൊന്ന് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ദൈവാലയത്തിൽ നിങ്ങളുടെ തലമുറകളെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ, കർത്താവേ, ഇതുവരെയും ഞാനത് ചെയ്തില്ല, ഇതുവരെയും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇതുവരെയും ഞാൻ മറന്നുപോയി, എനിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എല്ലാം ഞാനൊരു ചടങ്ങ് പോലെ ചെയ്തു, പക്ഷേ മനസ്സോടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു, മനസ്സോടെ ഞാൻ എൻ്റെ തലമുറയെ ഏൽപ്പിക്കുന്നു, മനസ്സോടെ ഞാൻ എൻ്റെ തലമുറയെ സമർപ്പിക്കുന്നു ഒന്ന് പറയാൻ കഴിഞ്ഞാൽ അവന്റെ വളർച്ചയുടെ കേന്ദ്രം ദൈവത്തിന്റെ ആലയമായി മാറും. അതാണ് ഭാഗ്യം കുഞ്ഞേ, അതാണ് ഭാഗ്യം. നാളെ അവൻ ഉപകരിക്കും. എങ്ങനെ ഉപകരിക്കും? നാളെ അവൻ നീ കഷ്ടത്തിലിരിക്കുന്ന സമയം ഒരു വചനം നൽകിയെങ്കിലും അവനെ നിനക്ക് ഉപകരിക്കപ്പെടും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. മക്കളെ വളർത്താൻ നിശ്ചയമായിട്ടും അമ്മയപ്പന്മാർ പ്രത്യേകമായി ദൈവത്തിൽ നിന്നൊരു അഭിഷേകം പ്രാപിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. എൻ്റെ തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി, എൻ്റെ തലമുറകളെ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തുക. അവരെ നമുക്ക് വലിയ കളക്ടറോ IAS ഒന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുകയൊന്നുമില്ല, കഴിയും. പക്ഷേ അവർ ദൈവരാജ്യത്തിലായിരിക്കണം അവരുടെ വേര് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ ആലയം മീൻസ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം അവരുടെ വേര് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അനുസരണക്കേടുകൾ കാണും, കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും. എങ്കിലും ആലയത്തിനകത്ത് അവരെ വളർച്ചാ കാലഘട്ടം വരെ സൂക്ഷിക്കേണ്ടത് അമ്മയപ്പന്മാരാണ്. ഞാൻ അവനെ കൊണ്ട് സമർപ്പിച്ചതല്ലേ, കണ്ടില്ലായിരുന്നു, വലിയ വിരുന്ന് കഴിച്ചല്ലേ ഞാൻ അവനെ കൊണ്ട് സമർപ്പിച്ച, പ്രതിഷ്ഠിച്ചില്ലായിരുന്നു. നോ, അവൻ ആദ്യ മാർഗദർശികളാകേണ്ടത് അമ്മയപ്പന്മാരാണ്. അവൻ ആദ്യ മാർഗദർശികളാകേണ്ടത്, മക്കൾക്ക് ആദ്യ മാർഗദർശികളാകേണ്ടത് പാരന്റ്സ് ആണ്. പാരന്റിങ്ങിനുള്ള ഒരു അനോയിന്റിങ് ദൈവാത്മാവ് ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ പകരട്ടെ. അവർക്കൊരു മാതൃകകളാകേണ്ടത്. കാരണം ശമൂവേൽ കരഞ്ഞോണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് എത്ര ബാല്യം മുതലും ആലയത്തിനകത്തിരുന്ന് കരയുന്ന തന്റെ മാതാവാണ്. അമ്മമാർ മക്കൾക്കൊരു സാക്ഷ്യമാകാൻ കഴിയണം. അമ്മമാർ മക്കൾക്കൊരു സാക്ഷ്യമാകാൻ കഴിയണം. അപ്പന്മാർ മക്കൾക്കൊരു സാക്ഷ്യമാകാൻ കഴിയണം.
ഒരിക്കലും ശമൂവേൽ തന്റെ മാതാവിനെ കുറിച്ച് ഒരിക്കലും ദോഷം പറയത്തില്ല. ദോഷം പറയേണ്ട ഇടം വെക്കരുത് യേശുവിന്റെ നാമത്തിൽ. നോക്കൂ, പാരന്റിങ്ങിനൊരു ക്വാളിറ്റി ഉണ്ട്. പാരന്റിങ്ങിനൊരു ക്വാളിറ്റി ഉണ്ടാകണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഗ്ലോറി ടു ജീസസ്. ഗ്ലോറി. അതുകൊണ്ട് ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ എന്നാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ വളർത്തിയപ്പോ താൻ പ്രയോജനപ്പെട്ടത് രാജ്യത്തിനാണ്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തേ, എന്റെ മക്കൾ, എന്റെ തലമുറകൾ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണമേ. കർത്താവേ, എന്നെ നീ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണമേ. എന്നെ നിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. എന്റെ നിന്റെ നാമമഹത്വത്തിനു വേണ്ടി നീ എന്നെ വളർത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ, ആമേൻ, ആൺപെൺ വ്യത്യാസമില്ലാതെ ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒറ്റ കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക, ശമൂവേൽ ബാലൻ വളർന്ന സ്ഥലം എവിടെയാണെന്ന് മാത്രം. താൻ ആലയത്തിനകത്താ വളർന്നേ. ചർച്ചിനൊരു ഭയങ്കര പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഉണ്ട്. തിരുവെഴുത്തിലും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലും ഉണ്ട്, ഉണ്ടാകണം. ചർച്ചിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളത്. ആ ചർച്ചിനകത്ത് ലഭിക്കുന്ന വളർച്ച ചർച്ചിന് പുറത്ത് ലഭിക്കത്തില്ല. ചർച്ചിനകത്ത് ലഭിക്കുന്ന പ്രസൻസ് ചർച്ചിന് പുറത്ത് ലഭിക്കത്തില്ല. കാരണം ആലയത്തെ ദൈവം ടാഗ് ചെയ്തേക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്. പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണോ അതോ വെറുതെ ഇരിക്കുവാണോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ചർച്ചിനെ ദൈവം കണക്ട് ചെയ്തേക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്. മറ്റൊരു ഭാഗം പറയുന്നു, ഓരോ മനുഷ്യനെയും, ചർച്ച് മെമ്പേഴ്സിനെയും ദൈവം കണക്ട് ചെയ്തേക്കുന്നത് ക്രിസ്തുവിന്റെ അവയവങ്ങളായിട്ടാണ്. ഗ്ലോറി ടു ജീസസ്. അപ്പോ ഈ അവയവങ്ങൾക്ക് വളർച്ച തരുന്നതും ഈ അവയവങ്ങളെ വളർത്തുന്നതും ചർച്ചാണ്, ദൈവത്തിന്റെ സഭയാണ്. ഇതിന് ആവശ്യമായ മൂലകങ്ങളും പോഷകങ്ങളും ധാതുക്കളും ലവണങ്ങളും എല്ലാം കിട്ടുന്നത് ഈ ചർച്ചിൽ നിന്നാണ്. കർത്താവായ യേശുക്രിസ്തുവും കൃത്യമായി ചർച്ച് വിസിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. എല്ലാ ദിവസവും അതികാലത്തെ താൻ ചർച്ചിൽ പോകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നോക്കൂ, ചർച്ചിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ് ആലയത്തിനകത്ത് വാണിഭക്കാർ വന്നിരുന്നപ്പോ അവിടെ ആട്, മാട്, താറാവ്, കോഴി എല്ലാം കൊണ്ടുവച്ച് വിൽക്കുന്ന പൊൻവാണിഭക്കാർ വന്നിരുന്നപ്പോ അവരെ എല്ലാം കൂടെ യേശുക്രിസ്തു അടിച്ചോടിച്ച്, എന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചോടിച്ചു. നോക്കൂ, ചർച്ചിനെ കുറിച്ച് എത്ര എരിവുള്ള ഒരു ക്രിസ്തു ആയിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇന്ന് രാത്രിയിലും ഈ ആത്മാവിൽ ഞാൻ ഈ ദൂത് അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ദൈവസഭയെ കുറിച്ച് താങ്കൾ കേൾക്ക ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ടോപ്പിക് അതല്ല, ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് അതല്ല. പക്ഷേ ആത്മാവ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ എന്താണ് സഭയുടെ പ്രാധാന്യം, എന്താണ് ഒരു കൂട്ടായ്മയെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, ഒരു കൂട്ടായ്മ കൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചു. ഈ ചർച്ചിനകത്ത് വളർന്ന വ്യക്തിയാണ് ശമൂവേൽ എന്ന് പറയുന്നത്. ശമൂവേൽ ഒരു നല്ല നേതാവായി ചർച്ചിനകത്തുനിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ ഒരു നല്ല ലീഡറായി ചർച്ചിനകത്തുനിന്ന് പുറത്തു വന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുന്നതിനകത്ത് എല്ലാം കാരണങ്ങളുണ്ട്, ഞാനത് കൊണ്ടുവരാം. ശമൂവേലിനെ തന്റെ മാതാവ് ഹന്ന പ്രസവിച്ചത് ഒരു ശിശുവായിട്ടാണ്. താൻ കൊണ്ട് ആലയത്തിൽ സമർപ്പിക്കുമ്പോഴും ഒരു ശിശു തന്നെയാണ്. തന്നെ കാണാൻ വരും, തനിക്ക് ആവശ്യമായുള്ളതെല്ലാം ചെയ്യും. പക്ഷെ തന്നെ പൂർണ്ണ വേലക്കായി, പൂർണ്ണ സമയത്തേക്ക് ചർച്ചിലേക്ക് സമർപ്പിച്ച ഹന്ന തന്റെ മകന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തന്റെ വളർച്ച മുഴുവനും ഹന്ന കാണുന്നത് ആലയത്തിനകത്തുള്ള തഴച്ചു വളരലായിട്ടാ കാണുന്ന മകനെ.
ഹന്ന സമർപ്പിച്ചത് ശിശുവായിട്ടാണെങ്കിലും ദൈവം വളർത്തിയത് ലീഡറായിട്ടാണ്. കണക്ട് ആകുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹന്ന സമർപ്പിച്ചത് ശിശുവിനെയാണ്. ഹന്ന ഇൻപുട്ട് കൊടുത്തത് ഒരു ശിശുവിനെയാണ്. ദൈവം ഔട്ട്പുട്ടായി കൊടുക്കുന്നത് ഒരു പ്രവാചകനെയാണ്. ഹന്ന കൊടുക്കുന്നത് ഒരു ശിശുവിനെയാണ്. ദൈവം മടക്കി കൊടുക്കുന്നത് ഒരു ലീഡറിനെയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ കാര്യവിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഏൽപ്പിച്ച അല്പത്തെ നീ ദൈവ രാജ്യത്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിനക്ക് അവിശ്വസനീയമായ രീതിയിലായിരിക്കും. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പാടാൻ ദൈവം ഒരു കഴിവ് തന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു കഴിവ് തന്നു, നിങ്ങളുടേത് എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നിങ്ങൾക്കൊരു താലന്ത് തന്നു. ആ താലന്തിനെ നിങ്ങൾ സഭയിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, സഭയ്ക്കായി ദൈവരാജ്യത്തിനായി സമർപ്പിക്കുകയാണെങ്കിൽ, മടക്കി ദൈവം ആർക്കെങ്കിലും അല്ല കൊടുക്കുന്നത്, നിന്നിലേക്ക് തന്നെയാണ് മടക്കി തരുന്നത്. അപ്പോൾ തന്നെ അത് പലർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ. ഹന്ന സഭയ്ക്ക് വേണ്ടി കൊടുത്തത്, ഹന്ന ചർച്ചിന് വേണ്ടി കൊടുത്തത് തന്റെ മകനെയാണ്. തന്റെ മകനെ കൊടുത്തപ്പോൾ ദൈവം തിരിച്ചു കൊടുക്കുന്നത് ഒരു ലീഡറിനെയാണ്. ഇസ്രായേൽ മുഴുവനും വാഴുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഒരു നല്ല രാജാവായി ചെറുപ്രായത്തിൽ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട ശമൂവേൽ വ്യക്തമായും വ്യക്തിപരമായും സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായി തീർന്നു. ഞാൻ അതാ ഇനി വായിക്കാൻ പോകുന്നത്. സാക്ഷ്യമുള്ള. നോക്കൂ ദൈവമക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ജയകരമായ ക്രിസ്തീയ ജീവിതം എവിടാന്നറിയാമോ? ഓരോ മാതാപിതാക്കളുടെയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഓരോ മാതാപിതാക്കളുടെയും വിജയം എവിടെയായിരിക്കുന്നതെന്നറിയാമോ? ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടുമ്പോൾ മാത്രമല്ല, എന്റെ തലമുറകളും കൂടെ നല്ല സാക്ഷിയുള്ളവരായി മാറുമ്പോഴാണ്. സത്യമല്ലേ? എന്റെ തലമുറകളും കൂടെ നല്ല സാക്ഷിയുള്ളവരായി മാറുമ്പോഴാണ്, എന്റെ മക്കളും കൂടെ നല്ല സാക്ഷിയുള്ളവരായി മാറുമ്പോഴാണ്, എന്റെ മക്കളും കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ദൈവവേല ചെയ്തതിന് ഒരു ഗുണമുണ്ടാകുക, ഞാൻ പ്രാർത്ഥിച്ചതിന് ഒരു ഗുണമുണ്ടാകുക, ഞാൻ ഒരു ദൂത് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാകുക. എന്നാൽ തലമുറകളെ കൊണ്ട് ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് സാക്ഷ്യമില്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിന് നേരെ ചൂണ്ടുന്ന വിരലുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഗ്ലോറി ടു ജീസസ്. ആദ്യം ചോദിക്കുന്നത് മക്കളെ കുറിച്ചല്ല, നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി എന്നാ ചോദിക്കുക, നീ ഉപവസിച്ചിട്ട് എന്തായി എന്നാ ചോദിക്കുക. അതാ നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ മക്കൾ ഇങ്ങനെ ആയെന്നാ ചോദിക്കുക. നീ പ്രാർത്ഥിച്ചിട്ട് എന്താ നിന്റെ മക്കളുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലാത്ത എന്നാ ചോദിക്കുക. എല്ലാ ചോദ്യങ്ങളും വിരലുകളും അങ്ങനെ വരുവുള്ളൂ. നീ നീ നീ. എന്നാൽ ഹന്നായുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ആദ്യ കാലഘട്ടം വളരെ വേദന നിറഞ്ഞതും ദുഃഖം നിറഞ്ഞതും നിരാശ നിറഞ്ഞതുമായിരുന്നു. പക്ഷേ ഹന്നായുടെ ഏക പിടിവള്ളി, ഏക ആശ്രയം എന്ന് പറയുന്നത് യഹോവയായ ദൈവവും ആ ആലയവുമായിരുന്നു. നമ്പർ 2, ഹന്നായുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു പ്രയർ ലൈഫായിരുന്നു. ആവർത്തിച്ച് സമയങ്ങളില്ലാതെ അന്തരാത്മാവിൽ മൗനമായി ആത്മാവിന്റെ നാവുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അധരം മാത്രം അനകുന്ന നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു. മൗനമായി ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചതും ശബ്ദം പുറത്തു വരാതെ അധരങ്ങളിലൂടെ താൻ പുറത്തേക്ക് വിട്ടതായ, മൗനമായി പുറത്തേക്ക് വിട്ടതായ പ്രാർത്ഥനകൾക്കും സ്വർഗം ഏറ്റുവാങ്ങി മറുപടി കൊടുത്തതാണ് ശമൂവേലിനെ പോലൊരു മകൻ. ഈ ശമൂവേലിനെയാണ് ആലയത്തിലേക്ക് സമർപ്പിച്ചത്. ഹന്ന ഒരു കാലം അനുഭവിച്ച നിരാശയും ഒരു കാലം അനുഭവിച്ച അപവാദങ്ങളും അപകീർത്തിയും ദുഃഖവും ഡിപ്രഷനും കണ്ണുനീരിനുമെല്ലാം മറുപടി എന്നവണ്ണം ദൈവം മടക്കിക്കൊടുത്തതാണ് ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ. കുഞ്ഞെ, നീ നിന്റെ ഹൃദയത്തിൽ ഞരങ്ങുന്ന വിഷയങ്ങൾക്ക് ദൈവം ജീവനുള്ള മറുപടികളായിരിക്കും മടക്കി തരുന്നത്. ഇന്ന് ഹന്ന തിരിഞ്ഞു നോക്കുമ്പോ അന്ന് കരഞ്ഞത് ഇന്ന് ലാഭമായി, അന്ന് വേദനിച്ചത് ഇന്ന് ആശ്വാസമായി, അന്ന് അപകീർത്തിപ്പെട്ടത് ഇന്ന് സൽകീർത്തിക്കും യശസ്സിനും കാരണമായി മാറി, അന്നൽപ്പ ദുഃഖിച്ചത് ഇന്ന് വലിയ ആനന്ദത്തിന് കാരണമായി മാറി. ഇന്ന് കാരണം മകൻ ഒരു ലീഡറാണ്. ഹന്നായുടെ ലൈഫിലെ ഭാഗ്യം നോക്കൂ, ലീഡറാണ്. ഗ്ലോറി ടു ജീസസ്. എനിക്കറിയത്തില്ല, ഞാൻ ഇതിൻ്റെ ഒരു
ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ആത്മാവ് ഇതിനകത്തുനിന്ന് ശക്തമായി തലമുറകളുമായി ബന്ധപ്പെട്ട ദൂതാണ് കൈമാറുന്നത്. മക്കളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതാണ്: അവനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുക, അവളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുക, അവനെ ദൈവരാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുക. ഗ്ലോറി ടു ജീസസ്. ഈ ശമൂവേലിന് ഇന്ന് ശക്തമായ ഒരു സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാണ്. 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ താൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. കാരണം ഇപ്പൊ തനിക്ക് രാജ്യം ഭരിക്കാനുള്ള കഴിവില്ല, താൻ ഒത്തിരി പ്രായമായി. അതുകൊണ്ട് താൻ ആ രാജസ്ഥാനത്ത് നിന്ന്, ആ നേതൃസ്ഥാനത്ത് താൻ വിരമിക്കുകയാണ്. വിരമിച്ചേ പറ്റൂ, തൻ്റെ ആരോഗ്യം അതിനനുവദിക്കുന്നില്ല. പക്ഷേ വളരെ ശക്തമായി തനിക്ക് ചോദിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളുണ്ട് പൊതുജനത്തിന്റെ മുമ്പിൽ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരുവുള്ളത്തിലെ ഉദ്ദേശം എങ്ങനെയാണ്? ഇവനൊരു സാക്ഷ്യം ഉണ്ടാകണം. എന്നെക്കുറിച്ച്, താങ്കളെക്കുറിച്ച്, ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലും സൂമിലും എന്നെ കാണുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്: വ്യക്തവും വ്യക്തിപരവുമായി ഒരു സാക്ഷ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങളുടെ സാക്ഷ്യമാണ് ദൈവത്തിന്റെ മഹത്വം. അത് നിങ്ങൾക്കറിയാമോ? ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞാൻ നിന്നെ ഉയർത്തുന്ന കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്ന കർത്താവേ എന്ന് പറയുമ്പം മാത്രമല്ല ദൈവത്തിന് ശരിക്കും മഹത്വം ലഭിക്കുന്നത്. അതെന്റെ വാക്കുകൊണ്ട് പറയുന്നതാണ്, അതെന്റെ വാക്കുകൊണ്ട് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്കൊരു ടെസ്റ്റിമണി ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്കൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, അതാണ് ദൈവത്തിന് മഹത്വം എന്ന് പറയുന്നത്. ഒരേ സമയം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിലും അതേസമയം നിങ്ങൾ സാത്താന്റെ മുമ്പിലും സാക്ഷ്യമുള്ള വ്യക്തിയാകണം. ഗ്ലോറി ടു ജീസസ്. നിങ്ങൾ സാത്താനെ പേടിപ്പിക്കണ്ട, നിങ്ങൾ സാത്താനെ പരാജയപ്പെടുത്തിയാൽ മതി. അതാ ദൈവത്തിന്റെ ആഗ്രഹം. കൂടുതലും നമുക്ക് താല്പര്യവും പരിചയവും സാത്താനെ പേടിപ്പിച്ചാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, സാത്താൻ പേടിക്കുന്നില്ല. സാത്താൻ പേടിക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ സാത്താൻ പേടിക്കുന്നെങ്കിൽ, ഒരു വിശ്വാസിയുടെ മുമ്പിൽ സാത്താൻ അനുസരിക്കുന്നെങ്കിൽ, ഒരു വിശ്വാസിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെ മുമ്പിൽ സാത്താൻ പുറത്തു പോകുന്നെങ്കിൽ, ഒരു ശുശ്രൂഷകന്റെ മുമ്പിൽ സാത്താൻ മുട്ടുമടക്കുന്നെങ്കിൽ, അതിന്റെ പിന്നിൽ അവൻ പേടിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: താങ്കളും അല്ലെങ്കിൽ ഞാനും ദൈവവുമായിട്ടുള്ള ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പും ആ റിലേഷൻഷിപ്പിനകത്ത് തുടരുന്ന വിശുദ്ധിയും. വിശുദ്ധി എന്ന് പറയുന്നത് കേവലം എൻ്റെ ക്യാരക്ടറിൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല, എൻ്റെ ഹോൾ ലൈഫിൽ ഉണ്ടാകേണ്ട ഒന്നാണ്. വിശുദ്ധി എന്ന് പറയുന്നത് വാക്കിൽ മാത്രം കാണേണ്ട ഒന്നല്ല, അവന്റെ ഹോൾ നേച്ചറിൽ തന്നെ, അവന്റെ സ്വയത്തിൽ തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ്. ശമൂവേൽ ഇവിടെ ഈ രാജ്യത്തിന് ഞങ്ങൾക്കൊരു രാജാവ് വേണം, ഞങ്ങൾക്കൊരു രാജാവ് വേണം, ഞങ്ങൾക്കൊരു രാജാവ് വേണം എന്ന് പറഞ്ഞ് ശമൂവേലിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, ജനത്തിന് ഏറ്റവും നല്ലൊരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന യഹോവയായ ദൈവം എന്ന രാജാവിനെ മറന്ന് ഞങ്ങൾക്കൊരു മനുഷ്യ രാജാവ് വേണം, മനുഷ്യന്റെ നടത്തിപ്പ് വേണം, മനുഷ്യന്റെ ഉപദേശം വേണം എന്ന് പറഞ്ഞ് ശടിച്ചപ്പോൾ, അന്തരംഗത്തിൽ നുറുങ്ങിക്കൊണ്ടാണെങ്കിലും ഞരങ്ങിക്കൊണ്ടാണെങ്കിലും ജനത്തിന്റെ വാശിയെ പ്രതി അവർക്കൊരു രാജാവിനെ ശമൂവേൽ നിയമിച്ചു കൊടുത്തു. അതാണ് ശൗൽ. ഗ്ലോറി ടു ജീസസ്. ഞാൻ ഒത്തിരി ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ശമൂവേലിന്റെ സാക്ഷ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ശമൂവേലിന്റെ ആ ക്യാരക്ടർ ഓഫ് അനോയിന്റിങ് ഞാൻ വരികയാണ്, അതിലേക്ക് വരികയാണ്. ശമൂവേലിന്റെ മേൽ കിടന്ന അനോയിന്റിങ്ങിനകത്തുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ദൈവം ആഗ്രഹിക്കുന്നത് അനോയിന്റിങ് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് അനോയിന്റിങ് വിത്ത് ക്യാരക്ടറും കൂടെയാണ്. നിങ്ങൾ നല്ലൊരു അനോയിന്റിങ് പേഴ്സൺ ആയിരിക്കാം, നല്ലൊരു അനോയിന്റഡ് മാൻ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിങ്ങൾക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല അനോയിന്റഡ് പേഴ്സൺ ആണ്. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ദൈവം ഒരു സഭയ്ക്കകത്ത് ആഗ്രഹിക്കുന്ന
യൗവനക്കാർ എത്തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു സഭയ്ക്കകത്തുനിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ദൈവജനം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ, അത് 18കാരനാണെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, 25കാരനാകണോ നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, 35കാരനാകണോ നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. 80കാരി എഴുന്നേറ്റാലും അവളിൽ ഒരു നല്ല, അല്ലെങ്കിൽ ആ അമ്മയിൽ ഒരു നല്ല അനോയിന്റിങ്ങിനൊത്ത ക്യാരക്ടറും ഉണ്ടാകണമെന്നാണ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് നല്ല അനോയിന്റിംഗ് ഉള്ള വ്യക്തിയെ കാണാം, പക്ഷെ ഒരു നല്ല ക്യാരക്ടർ ഉള്ള വ്യക്തിയെ കാണാൻ പറ്റത്തില്ല. എന്നാൽ നല്ലൊരു ക്യാരക്ടർ ഉള്ള വ്യക്തിക്ക് ഭയങ്കര അനോയിന്റിംഗ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവം പ്രസാദിക്കുന്ന യാഗം ഏതാന്ന് ചോദിച്ചാൽ, നിനക്കുള്ള അനോയിന്റിംഗിൽ നിന്നുകൊണ്ട് നല്ലൊരു ക്യാരക്ടറിന് നീ സാക്ഷിയാകുമ്പോഴാണ്. ഗ്ലോറി ടു ജീസസ്. 8 നാടും പൊട്ടെ 10 മുഴം നീളത്തിന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ഉള്ള അഭിഷേകത്തിനകത്ത് നിനക്ക് ഞരങ്ങാനുള്ള ഒരു കൃപയായിരിക്കും ഉള്ളത്. അപ്പാ യേശുവേ, പൊന്നപ്പ യേശുവേ, കർത്താവേ യേശുവേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് ഞരങ്ങാനുള്ള ഒരു കൃപയായിരിക്കും ഉള്ളത്. അതൊരു കൃപയാ. അതില്ലാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. പ്രാർത്ഥിച്ചാ മതി എന്ന് പറയുമ്പോ, ഞങ്ങളൊക്കെ കുറെ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാന്ന് പറയുന്ന ആൾക്കാരെ കാണിച്ചു തരാം. ഞരങ്ങാനുള്ളത് ഒരു കൃപയാ, കരയാനുള്ളത് ഒരു കൃപയാ. ഗ്ലോറി ടു ജീസസ്. നിങ്ങൾക്ക് യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്, യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, യേശുവിന്റെ ലൈഫിലേക്ക് ഒന്ന് നോക്കിയേ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഭൂതങ്ങളെ പുറത്താക്കിയോ? പാപികളെ മാനസാന്തരപ്പെടുത്തിയോ? സ്നാനമേൽപ്പിച്ചോ? രോഗികളെ സൗഖ്യമാക്കിയോ? പ്രസംഗിച്ചോ? ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കരയുന്നവരോട് കൂടെ ഇരുന്ന് കരയാനും സന്തോഷിക്കുന്നവരോട് കൂടെ ഇരുന്ന് സന്തോഷിക്കാനും, കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കാനും, പ്രായവും ചെറുപ്പവും സൗന്ദര്യവും നോക്കാതെ ഉച്ചത്തിൽ നിലവിളിക്കാനും ഉള്ളൊരു കൃപയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. 33കാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുമ്പോഴും ഒരു 28കാരി താഴെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് കരയാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. കരഞ്ഞു പ്രാർത്ഥിക്കണമെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കും, ഉച്ചത്തിൽ നിലവിളിക്കണമെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. യേശുവിന്റെ മേൽ കിടന്ന അഭിഷേകത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്ന പുള്ളി ഹെഡ് വെയിറ്റ് ആകുമെന്നാണോ വിചാരം? അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്ന പിന്നെ ആളല്ലാണ്ടാകുമെന്നാണോ വിചാരം? അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്ന ഞാൻ പറയും, അവൻ സാധാരണ നിലത്തേക്കാളും അവൻ വിനയവും താഴ്മയുള്ളവനാകും. ആകണം. വലിയ ഭാരമാണ് നിന്റെ മേൽ വെക്കുന്ന അനോയിന്റിങ് എന്ന് പറയുന്നത്. ഫ്രീ എന്നാണോ വിചാരം? ഒരു വലിയ ഭാരം. എന്ത് ഭാരമാ? ആത്മഭാരം. ആത്മഭാരം. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു കണ്ണ് തുറന്നു കിട്ടും അഭിഷേകം വന്ന. ഹെഡ് വെയിറ്റ് കയറി മാറിപ്പോവല്ല ചെയ്യുന്നത്. ശമൂവേലിന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇസ്രായേലിന്റെ രാജ്യത്തിൽ ഞാൻ വിരമിക്കുക, എന്നെ കൊണ്ട് ഇനി ഈ രാജ്യം നയിക്കാനുള്ള ആരോഗ്യമില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എൻ്റെ കാലിന് ബലമില്ല, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് തൻ്റെ രാജ്യത്ത് നിന്ന്, രാജ്യസ്ഥാനത്ത് നിന്ന്, തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൻ പുറകിലേക്ക് മീൻസ് താൻ ന്യായമായും നിയമപരമായും ഒഴിയുമ്പോൾ മിനിമം ഒരു 10,000 പേരെങ്കിലും ചിന്തിച്ചു കാണും, ഈ മനുഷ്യൻ പ്രായം ചെല്ലാൻ പാടില്ലായിരുന്നു, ഈ മനുഷ്യൻ വയസ്സാകണ്ടായിരുന്നു. ഗ്ലോറി ടു ജീസസ്. ഈ മനുഷ്യൻ വയസ്സാകണ്ടായിരുന്നു. കാര്യം എന്നാണെന്നറിയാമോ? അത്ര വിശുദ്ധിയോടുകൂടെ അഭിഷേകത്തെ സംരക്ഷിക്കുകയും അത്ര വിശുദ്ധിയോടുകൂടെ രാജ്യത്തെ നോക്കി നടത്തുകയും അത്ര വിശുദ്ധിയോടുകൂടെ തന്റെ പ്രജകളോട് ഇടപഴകുകയും അത്ര വിശുദ്ധിയോടുകൂടെ രാജ്യസമ്പത്ത് സംരക്ഷിക്കുകയും അത്ര വിശുദ്ധിയോടുകൂടെ ദൈവവേല ചെയ്യുകയും ചെയ്ത ഒരു അഭിഷിക്തനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. കുറച്ചു പേരെങ്കിലും ചിന്തിച്ചു കാണും, ഈ മനുഷ്യന് പ്രായം ചെല്ലണ്ടായിരുന്നു. കുഞ്ഞേ, ഞാനും ഒരപ്പൻ. ഇതിനകത്ത് അപ്പന്മാരും കാണും, അമ്മമാരും കാണും. ഞാനൊരു കുടുംബസ്ഥനാണ്. നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷി ഉണ്ടാകുമോ? നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മെ കൊണ്ട് ഇങ്ങനൊരു സാക്ഷി ഉണ്ടാകുമോ? ഇനി നമ്മുടെയൊക്കെ ശിഷ്യന്മാർക്ക്, നമ്മളിപ്പോ ഒരു ലീഡർ പൊസിഷനിൽ ദൈവം നിർത്തിയിരിക്കുന്നത്, നിങ്ങളെയൊക്കെ ഓരോ ജോലിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നവർ കാണും, ഇല്ലാത്തവർ കാണും. ആ ഓഫീസിലെ നമ്മുടെ സ്റ്റാഫ് നമ്മെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടാകുമോ? നമ്മുടെ ചർച്ച് പാസ്റ്റർക്ക്
നമ്മെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടാകുമോ? നമ്മുടെ വിശ്വാസികൾക്ക് നമ്മെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇയാൾക്കൊന്ന് സ്ഥലം മാറ്റി കിട്ടി പോയാ മതിയായിരുന്നു, ഇതായിരിക്കും. ഇത് ഞാൻ ഇനി ഈ വർഷം ലീവിൽ ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതിയായിരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള സാക്ഷിയാണ്. ഭർത്താവിന് ഭാര്യ അവളിപ്പോ എങ്ങും ജോലി കഴിഞ്ഞ് വരാണ്ടിരുന്നാ മതിയായിരുന്നു, വന്ന് കയറി ഇപ്പൊ കലവില തുടങ്ങും. വഴക്കിനൊരു കാര്യം കിട്ടാണ്ടിരിക്കും, ഇനിയിപ്പോ ഇതേ പിടിച്ചങ്ങോട്ട് തുടങ്ങും. സാക്ഷ്യം നോക്കൂ. പ്രാർത്ഥിക്കുന്നത് ഞാനിത് ശുശ്രൂഷകന്മാരോടൊന്നല്ല, ഞാനിത് കുടുംബസ്ഥന്മാരോടൊന്നല്ല, ഞാൻ തുറന്നൊരു ദൈവസഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനത്തിന്റെ ഉറപ്പിനും വേണ്ടുന്ന കാര്യമായിട്ടാണ് ഞാനിത് കൈമാറുന്നത്. നമുക്കെല്ലാവർക്കും അഭിഷേകമുണ്ട്, എന്നാൽ അഭിഷേകത്തിനൊത്തവണ്ണമുള്ള ക്യാരക്ടർ വേണം. തെരഞ്ഞെടുക്കപ്പെട്ടവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം അവനെ തെരഞ്ഞെടുക്കുന്നു. എന്റെ മേൽ വിളിയുണ്ട്, എന്റെ മേൽ കോളിംഗ് ഉണ്ട്, എന്റെ മേൽ വാഗ്ദത്തമുണ്ട്, എന്റെ മേൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് 2 മേഖലകളിലാണ്. ഒന്നൊരു നല്ല അനോയിന്റഡ് പേഴ്സൺ ആയി, രണ്ടൊരു നല്ല ക്യാരക്ടർ ഉള്ള വ്യക്തിയായി. ദൈവം ഒരു വ്യക്തിയെ അങ്ങനെ വളർത്തത്തുള്ളൂ. മറ്റേതെന്ന് പറയുമ്പോ ഒരു പക്ഷിക്ക് ഒരു ചിറകേ ഉള്ളൂ എന്നതിന് സമമാവും, ഒരു ഫ്ലൈറ്റിന് ഒരു ചിറകേ ഉള്ളൂ എന്നതിന് സമം. പറക്കുവോ? ഉയരുവോ? ഹല്ലേലൂയ. നോക്കിയേ, അനോയിന്റിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായും നല്ലൊരു ക്യാരക്ടറും ഉണ്ടായിരിക്കും. അനോയിന്റിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായും നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ശമൂവേലിന് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുന്നത്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ. എന്റെ പൊന്നു കർത്താവേ, ഇനി ഒന്ന് വിളിച്ചാ നേരെ അങ്ങോട്ട് പോയാ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രായത്തിലും, കണ്ണു മര്യാദയ്ക്ക് കാണാൻ കഴിയാത്ത പ്രായത്തിലും പറയുകയാണ്, പാപം ചെയ്യാൻ ഇടവരരുതേ. എടാ, അപ്പൊ ഒരു ഇടയുള്ള സമയത്ത് എന്തോരം പാപം ചെയ്ത അഭിഷേകമുള്ളവരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ തന്നെ ഒന്ന് നോക്കിയാ മതി. ഇത്രയും പ്രായം ചെന്ന ശമൂവേലിന്റെ വാക്കും ഈ പ്രായത്തിലുള്ള നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാ മതി. ശമൂവേലിന്റെ നെഞ്ചിടിപ്പിതാ, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നു എന്ന കാരണത്താൽ യഹോവയോട് പാപം ചെയ്യേണ്ടി വരരുതേ, പാപം ചെയ്യാൻ ഇടവരരുതേ. അനോയിന്റിംഗ് ഉള്ള വ്യക്തിക്ക് ഒരു ആത്മഭാരമുണ്ട് സുഹൃത്തെ. അനോയിന്റിംഗ് ഉള്ളൊരു വ്യക്തിക്ക് ഒരു ആത്മഭാരമുണ്ട്. അഭിഷേകമുള്ളൊരു വ്യക്തിക്ക് ഒരു വെമ്പലുണ്ട്, ഒരു തേങ്ങലുണ്ട്. അത് കാറ് കിട്ടാത്തതിന്റെയും ബംഗ്ലാവ് കിട്ടാത്തതിന്റെയും വേദി കിട്ടാത്തതിന്റെ അല്ല, പ്രാർത്ഥിക്കാതിരിക്കുന്നതിന്റെ, പ്രാർത്ഥനയിൽ കുറവ് വരുന്നതിന്റെ, വിശുദ്ധിയിൽ കുറവ് വരുന്നതിന്റെ, ദൈവത്തോട് പാപം ചെയ്യുന്നതിന്റെ വല്ലാത്ത ഒരു തേങ്ങൽ ഉള്ളത്തിലില്ലെങ്കിൽ എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ പരിശോധിക്കേണ്ടി വരും. ശമൂവേലിന് ഇവിടെ വേദന എന്ന് പറഞ്ഞ ചെയർ പോയി, കസേര പോയി, അതല്ല വേദന. ശമൂവേലിന്റെ വേദന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നതില്ല. എത്ര പേർക്ക് അത് കത്തുന്നു എനിക്കറിയത്തില്ല. Glory to Jesus. പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാണ്. ഞാൻ എന്റെ കണ്ണ് സൂക്ഷിക്കുന്നു, കാത് സൂക്ഷിക്കുന്നു, നാവ് സൂക്ഷിക്കുന്നു, ഫോൺ സൂക്ഷിക്കുന്നു, മനസ്സ് സൂക്ഷിക്കുന്നു, ശരീരം സൂക്ഷിക്കുന്നു, വികാരങ്ങളെ സൂക്ഷിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കാതിരിക്കുന്നതും ഒരു പാപമാണ്. ഇതെപ്പോ കേട്ടോ, പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാണ്. വയസ്സായ സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയിൽ നിന്ന് എസ്കേപ്പ് ആകാൻ കാരണമുള്ളപ്പോഴും ശമൂവേൽ പറയുന്നു, ആ കാരണങ്ങൾ പോലും, ആ യാഥാർത്ഥ്യം പോലും എന്റെ പ്രാർത്ഥനയെ തടയാൻ പാടില്ല. വയസ്സ് ചില്ലറയല്ല എന്ന് ഓർക്കണം. ശമൂവേലിന്റെ റിട്ടയർ ആകുന്നത് 60 വയസ്സിലല്ല എന്നും കൂടെ ഓർക്കണം. നന്നേ നരച്ചു, കണ്ണ് കാണാണ്ടായി, വയസ്സ് ഒരുപാടായി. ആ പ്രായത്തിലും പറയുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കാരണമുള്ളപ്പോൾ, ന്യായമായും എനിക്ക് ലീവ് എടുക്കാൻ അവകാശമുള്ളപ്പോൾ,
ന്യായമായും ആർക്കും കൺവിൻസിംഗ് ആകുന്ന ബലഹീനതകൾ പ്രഥമ ദൃഷ്ടിയാൽ എന്റെ ശരീരം പ്രകടമാക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ശമൂവേലിന്റെ ഉടമ്പടി താൻ തുടങ്ങിയത് രാജസ്ഥാനത്ത് നിന്നല്ല, ആലയത്തിനകത്തുനിന്നാണ്. ആലയത്തിനകത്തുനിന്നാണ്. കുഞ്ഞേ, നീ സ്നാനമേറ്റ സ്നാന ഘടവ് മുതൽ നീയും ദൈവവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്, ഓർക്കണം. അനാരോഗ്യം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കാരണമായി വെക്കുമ്പോൾ, തടസ്സങ്ങളും ബിസി സമയമില്ലായ്മകൾ സാഹചര്യങ്ങൾ കാരണമായി ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ, ദൈവം നാം അങ്ങ് ഉയർന്ന് പ്രാണപ്രിയന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് നല്ല സ്വർണ്ണ ചെയറിൽ ഇരിക്കുന്ന ഒരു ശമൂവേലിനെ ചൂണ്ടിക്കാണിച്ച് പറയും, എടാ മോനെ, നീ 34 വയസ്സിൽ എന്നോട് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് പ്രാർത്ഥിക്കാതിരിക്കാനും, നിന്റെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കാനും, അഭിഷേകം ഉള്ളപ്പോൾ തന്നെ നല്ലൊരു ക്യാരക്ടറിന് ഉടമയാകാതിരിക്കാനും ഒക്കെ നീ എന്നോട് പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ദോ ഇരിക്കുന്ന ആ മനുഷ്യൻ, നിനക്ക് 34 വയസ്സായപ്പോ ആ മനുഷ്യന് ഇത്രയും വയസ്സായിരുന്നു. പക്ഷേ അവൻ ഭൂമിയിലായിരുന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു, എന്റെ പൊന്നു ദൈവമായ യഹോവേ, ഈ മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാൻ ഇടവരരുതേ എന്ന. എടാ, അന്ന് ആ മനുഷ്യന്റെ പ്രായം എത്രാന്ന് നിനക്കറിയാവോ? അന്ന് ആ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി എന്താന്ന് നിനക്കറിയാവോ? പക്ഷെ ആ മനുഷ്യനെ ഭരിച്ചിരുന്നത് അഭിഷേകമായിരുന്നു. ആ മനുഷ്യനെ ഭരിച്ചിരുന്നത് അഭിഷേകത്തിൽ ഡെവലപ്പ് ചെയ്തൊരു നല്ല ക്യാരക്ടറായിരുന്നു. പ്രാർത്ഥിക്കുന്നവന് അഭിഷേകം മാത്രം പോരാ, പ്രാർത്ഥിക്കുന്നവനൊരു നല്ല ക്യാരക്ടറും കൂടെ വേണം. ദൈവം തെരഞ്ഞെടുത്ത ഒരു ഭക്തനാണോ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണോ, അവനിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. അവനിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. അവനിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഗ്ലോറി ടു ജീസസ്. അവനിൽ ഇത് രണ്ടും ഉണ്ട്. അനോയിന്റിങ്ങും ഉണ്ടായിരിക്കും, ക്യാരക്ടറും ഉണ്ടായിരിക്കും. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. ഉപദേശിക്കണമെങ്കിൽ, ഇസ്രായേലിൽ നിൽക്കുന്ന ജനത്തെ ഉപദേശിക്കണമെങ്കിൽ വ്യക്തമായി ഉപദേശം അറിയുന്ന, ഉപദേശം കേട്ട ഒരു വ്യക്തിക്ക് ഉപദേശിക്കാൻ പറ്റും. ഉപദേശിക്കും എന്ന് പറയുമ്പോൾ ഉപദേശം എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് ഉപദേശിക്കാൻ പറ്റും. സത്യമല്ലേ? ഉപദേശം കിട്ടിയ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ഉപദേശിക്കാൻ പറ്റൂ. ഉപദേശം എന്താണ് എന്നറിയുന്ന വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഞാൻ നിന്നെ ഉപദേശിക്കാൻ പോകുകയാണ് എന്ന് പറയാൻ പറ്റൂ. അപ്പോ എന്തായാലും അമ്മയപ്പന്മാർ ഉപദേശിച്ചതിനേക്കാളും അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നത് ദൈവമാണ്. കാരണം അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിലായിരുന്നു, ആലയത്തിനകത്തായിരുന്നു. ആലയത്തിനകത്ത് വളരുന്ന തലമുറകൾ, ആലയത്തിനകത്ത് തഴയ്ക്കുന്ന വൃക്ഷങ്ങൾക്ക് കോടാലി വെക്കാൻ സർവശക്തന്റെ കണ്ണൊന്നും മയങ്ങണം. ഹല്ലേലൂയ. വഴിതെറ്റിപ്പോയിരിക്കുന്ന, ഹൃദയത്തിൽ ചാഞ്ചാട്ടമുണ്ടായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി ശമൂവേൽ പറയുകയാണ്, ചൊവ്വുള്ളതായ വഴി ഞാൻ നിന്നെ ഉപദേശിക്കും. നല്ല യോഗ്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആ വാക്ക് പറയുന്നത്. കാരണം ഞാൻ നിന്നെ ഉപദേശിക്കും എന്ന് പറയുമ്പോൾ ഈ ഉപദേശിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഒന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അനന്തരം ആ നിങ്ങളൊന്ന് വായിച്ചേ, 30 ബൈബിളുള്ള എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ ഒന്ന് താഴേക്ക് വായിച്ച് നിങ്ങളൊരു 5-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ച്. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, സകല ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിൽ ഒക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു, ഞാനോ വൃദ്ധനും നരച്ചവനുമായി. ഇനി അടുത്ത വാക്യം മുതൽ കേട്ടോണം. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. അടുത്ത വാക്യം, എന്റെ മക്കൾ
നിങ്ങളോട് കൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. കണ്ടോ? അപ്പൊ ബാല്യം മുതൽ ഈ സമയം വരെയും നായകനായിരുന്ന ഒരു വ്യക്തി. താഴോട്ട് വായിച്ചോണം. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഇവിടെ മുതലാ നമ്മൾ നമ്മെ തന്നെ ഒന്ന് നോക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കേണ്ടത്. നിങ്ങളെ തന്നെ ഒന്ന് നോക്കേണ്ടത് ഇവിടെയാണ്. എവിടെയാണ്? ഞാനോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. താൻ രാജ്യസ്ഥാനം ഒഴിയുന്നതിനു മുന്നേ അവർക്ക് തന്നെ ഉറപ്പ് വരുത്തിയിട്ടാണ്. അതായത് ഞാനൊരു നല്ല അഭിഷിക്തനും അതുപോലെ തന്നെ ഒരു നല്ല ക്യാരക്ടറുമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് രാജ്യത്തിന് ബോധ്യം വരുത്താൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ എന്ന് പറയുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുമ്പാകെ ഞാൻ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ, ഞാൻ അത് മടക്കിത്തരാം. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കയോ പീഡിപ്പിക്കയോ യാതൊരുത്തന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി. ഇവിടെ നിങ്ങൾ കാണുന്നത് അഭിഷേകമാണോ അതോ നല്ല ഒരു ക്യാരക്ടറാണോ? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ഇവിടെ കാണുന്നത് അഭിഷേകമാണോ? അഭിഷേകം മാത്രമാണോ? അധികാരം മാത്രമാണോ? അതോ നല്ല ഒരു ക്യാരക്ടറും കൂടെയാണോ? വ്യക്തമായി നമുക്ക് അവിടെ കാണാനും മനസ്സിലാക്കാനും കഴിയും. അവിടെ കാണുന്നത് അഭിഷേകം മാത്രമല്ല, അഭിഷേകത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു നല്ല ക്യാരക്ടറും കൂടെയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, അഭിഷേകത്തിനു വേണ്ടി കൊതിക്കുന്നത് നല്ലത് തന്നെയാണ്. അഭിഷേകം നമുക്ക് എല്ലാവർക്കും വേണം. അഭിഷേകം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ലൈഫിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭക്തനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും എനിക്കും നിങ്ങൾക്കും വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അഭിഷേകത്തോടൊപ്പം നല്ലൊരു ക്യാരക്ടറും കൂടെയാണ്. ദൈവം ഒരു നല്ല കുടുംബം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല ശുശ്രൂഷ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല തൊഴിലിടം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം വിശ്വസ്തരായിരിക്കണം. കാര്യം കാണാൻ വേണ്ടി മാത്രം ആകരുത് എന്ന് സാരം. കാരണം ഇവിടെ ശമൂവേലിനെ പോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. കാരണം രാജ്യം ഇരിക്കുന്നത് തന്റെ കയ്യിൽ. താൻ കണ്ണടച്ച ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. തനിക്ക് ലാഭം. താൻ കണ്ണടച്ച തനിക്ക് ലാഭം. താനൊന്ന് മൂളിയാൽ തനിക്ക് ലാഭം. താനൊന്ന് കൈ അമർത്തിയാൽ തനിക്ക് ലാഭം. പക്ഷേ ലോകം തരുന്നതൊന്നും വേണ്ടെന്നും സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കണമെന്നുമുള്ള തന്റെ നിശ്ചയദാർഢ്യമാണ് ആ വ്യക്തിക്ക് ഇത്രയും ക്രൗഡിന്റെ മുമ്പിൽ തന്റെ സെന്റ് ഓഫിന്റെ സമയത്ത് തന്നെ അധികാരമേൽപ്പിച്ച ദൈവത്തിന്റെ മുമ്പിലും, നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ മുമ്പിലും കൂടെ താൻ ഇത് തെളിയിക്കാന്ന് ഓർക്കണം. ദൈവത്തിന്റെ മുമ്പിലും തന്നെ ഭരണകർത്താവായി കയറ്റിയ ജനത്തിന്റെ മുമ്പിലും ആ സെന്റ് ഓഫിന്റെ സമയത്ത് തന്റെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞത്. സാക്ഷ്യം താൻ പറയുവല്ല ചെയ്ത്, തന്നെ കുറിച്ചുള്ള സാക്ഷ്യം പൊതുജനം പറയുക ചെയ്ത്. ഇതാകണം ഒരു അഭിഷിക്തന്റെ ജീവിതം. ഇതായിരിക്കണം ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതം. ഇതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ജീവിതം. ബാക്കിയുള്ളതൊന്നും അനുഗ്രഹമല്ല. ഞാൻ അങ്ങനെ പറയും. സാക്ഷ്യമില്ലാതെ വരുന്നതൊന്നും അനുഗ്രഹമാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു നല്ല സാക്ഷ്യം വേണം, നല്ലൊരു പ്രാഗൽഭ്യം വേണം. ശമൂവേൽ ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇവിടെ നിൽക്കുന്നു. അവിടെ ഇവിടെയും പോയി ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ട് ചോദിച്ചതല്ല. അവിടെ ഇവിടെയും പോയി ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ട് ചോദിച്ചതല്ല.
അവിടെ ഇവിടെയും പോയി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒരു കുത്തിക്കുറിപ്പിട്ട് അടിയിൽ കമന്റ് വായിക്കുന്നതല്ല. പൊതുജനത്തിന്റെ മുമ്പിൽ പച്ച മനുഷ്യനായി നിന്നുകൊണ്ട്, പൊതുജനത്തിന്റെ മുമ്പിൽ പച്ച മനുഷ്യനായി നിന്നുകൊണ്ട് പൊതുജന അഭിപ്രായം ചോദിക്കുന്നു. ഇതാ, ഞാൻ വളരെ ചെറുപ്പം മുതൽ, നന്നേ ബാല്യത്തിൽ ഞാൻ ഒരു ഭരണകർത്താവായി കയറി, ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചു, ഞാൻ നിങ്ങളുടെ രാജ്യത്തിന്റെ കർത്താവായിരുന്നു. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കുറവും കുറ്റവും ഇപ്പൊ പറയാം. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ട്, അതായത് മറ്റൊരുവന്റെ മുതല് ഞാൻ കട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു അഭിഷിക്തന്, ഒരു നല്ല ക്യാരക്ടർ ഉള്ള വ്യക്തിക്ക് ആദ്യം വേണ്ട സ്വഭാവമാണ് വല്ലവന്റെയും കയ്യിലിരിക്കുന്നതിലേക്ക് നോട്ടം പാടില്ല. വല്ലവന്റെയും കയ്യിലിരിക്കുന്നതിലേക്ക് നോട്ടം പാടില്ല. പിന്നെ ഞാൻ എവിടെയാ നോക്കേണ്ടേ? ഏറ്റവും അവസാനം ശമൂവേല് പറയുന്നൊരു വാക്കുണ്ട്. ഏറ്റവും അവസാനം ശമൂവേല് പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ ഇപ്പോ സാക്ഷിയായിരിക്കുന്നത് യഹോവയുടെ മുമ്പിലാണ്. അപ്പൊ ഇദ്ദേഹം ആരെ മുൻനിർത്തിയാ മിനിസ്ട്രി ചെയ്തേ? ഇദ്ദേഹം ആരെ മുൻനിർത്തിയാ തൊഴിൽ ചെയ്തേ? ഇദ്ദേഹം ആരെ മുൻനിർത്തിയാ ജീവിച്ചേ? ഇദ്ദേഹം ആരെ പ്രസാദപ്പെടുത്തിയാ ജീവിച്ചേ? സാക്ഷാൽ ദൈവത്തെ. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ആരെ മുൻനിർത്തിയാ ജീവിച്ചേ? ദൈവത്തെ മുൻനിർത്തിയ. ആ 10 പേര്, ശമൂവേലേ, എന്താ ഈ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങ് വിശുദ്ധ ജീവിതമല്ലേ നയിച്ചത്? നല്ല ഒരു തേരാളി ആയിരുന്നില്ലേ? നല്ലൊരു നായകനായിരുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി അങ്ങ് പൊങ്ങിയിട്ട് അങ്ങ് എന്തോ ആയി എന്നുള്ളതല്ല, പുള്ളി അവിടെയും നോക്കിയത് ദൈവത്തിന്റെ മുഖത്തേക്ക്. കുഞ്ഞേ, നിന്നെ ഒത്തിരി പേര് ഉയർത്താൻ കാണും, ഒത്തിരി പേര് പ്രൈസ് ചെയ്യാൻ കാണും, ഒത്തിരി പേര് ഭയങ്കര സംഭവം, എന്തായിരുന്നു, ഏതായിരുന്നു, എവിടെയും പൊങ്ങി തലയിടിക്കരുത്. അപ്പോഴും നിന്റെ കണ്ണ് നോക്കേണ്ടത് നിന്നെ ആ പേരിന് പദവി വരുത്തിയ, നിന്നെ ആ പേരിന് അർഹനാക്കിയ, ഒന്നുമല്ലാതിരുന്ന, ഏതുമല്ലാതിരുന്ന താങ്കളെ ഇപ്പോൾ ഈ ഒരു സദ്വർത്തമാനത്തിന് പാത്രമാക്കിയ, അഭിഷേകം ചെയ്ത ദൈവത്തിലേക്ക് നോക്കാനുള്ള ഒരു ബുദ്ധി ഏതൊരു അനോയിന്റഡ് പേഴ്സന്റെ ഉള്ളിലുണ്ടാകണം, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകണം. നമ്മളെയൊക്കെ ദൈവം ഉയർത്തിയാലേ ഉള്ളൂ കേട്ടോ. മനുഷ്യൻ ഉയർത്തുമെങ്കിൽ ഓർത്തോ നിലത്തിടാനാ. പിന്നെ എന്തിനാണ് പൊതുജനത്തിന്റെ മുമ്പിൽ താൻ ഈ പൊതുജന അഭിപ്രായം തേടിയത്? ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനാണെന്ന് ഒന്ന് തെളിയിക്കാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. താഴേക്ക് വായിക്കുമ്പോൾ, ഞാൻ ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? കണ്ടോ, ഒരു അനോയിന്റഡ് പേഴ്സൺ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക്, ഒരു തെരഞ്ഞെടുപ്പുള്ള മനുഷ്യന് മറ്റൊരു വ്യക്തിയെ ചതിക്കാൻ കഴിയത്തില്ല. വാക്കുകൊണ്ട് ചതിക്കാൻ കഴിയത്തില്ല, പ്രവൃത്തി കൊണ്ട് ചതിക്കാൻ കഴിയത്തില്ല. നോക്കൂ, ആ മനുഷ്യൻ, അതിന് കാരണമുണ്ട്. അദ്ദേഹം വളർന്നത് വീട്ടിലല്ല, നാട്ടിലുമല്ല, അദ്ദേഹം വളർന്നത് ദൈവാലയത്തിനകത്താണ്. കുഞ്ഞേ, ഇങ്ങനെയൊക്കെ ആകെ മനസ്സുണ്ടെങ്കിൽ മനസ്സുള്ളവൻ പാർക്കേണ്ടത് ആലയത്തിനകത്താണ്. ഗ്ലോറി ടു ജീസസ്. അതാ ചരിത്രം. ഇങ്ങനെയൊക്കെ ഒന്ന് ആയെങ്കിൽ കൊള്ളായിരുന്നു. നല്ല ചിന്തയാണ്, നല്ല ആശയമാണ്. പക്ഷെ അങ്ങനെ ഉള്ളവൻ പാർക്കേണ്ടതും വസിക്കേണ്ടതും വളരേണ്ടതും വീട്ടിലുമല്ല, നാട്ടിലുമല്ല, ആലയത്തിനകത്താണ്. ശമൂവേലിനെ സംബന്ധിച്ച് ആലയത്തിനകത്ത് വാർത്ത വ്യക്തിയാണ്, ആലയത്തിനകത്ത് വാർത്ത വ്യക്തിയാണ്. പറയുന്നു, ഞാൻ ആരെയെങ്കിലും, ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? അപ്പൊ ചതിക്കാൻ കഴിയത്തില്ല. വാങ്ങിയ തിരിച്ചു കൊടുക്കും, പറ്റിക്കത്തില്ല, വെട്ടിക്കത്തില്ല, കള്ളബില്ലെഴുതത്തില്ല, കള്ളം പറയത്തില്ല, കള്ളത്തരം ചെയ്യത്തില്ല. അവസരം ഉണ്ടെങ്കിലും, അവസരത്തിന്റെ കാര്യം ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നു എങ്കിൽ, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. അപ്പം കള്ളം ചെയ്യാൻ ഇടയുണ്ടെങ്കിലും കള്ളം ചെയ്യാത്തവനാണ് അഭിഷിക്തൻ. പാപം ചെയ്യാൻ ഇടയുണ്ടെങ്കിലും പാപം ചെയ്യാത്തവനാണ് അഭിഷിക്തൻ. യോസെഫിനെ പോലെ സുഖമായിട്ട് പാപം ചെയ്യും. കാരണം എല്ലാം തന്നെ ഏൽപ്പിച്ചേക്കുമല്ലേ.
പോത്തിഫർ എല്ലാം തന്നെ ഏൽപ്പിച്ചേക്കുമല്ലേ. തനിക്ക് വീടും നാടും എല്ലാം എല്ലാം തന്നെ ഏൽപ്പിച്ചേക്കുമല്ലേ. പാപം ചെയ്യാം ഇടയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ലോങ് ട്രിപ്പ് പോയേക്കുക, ടൂർ പോയേക്കുക. അപ്പൊ കിട്ടിയ സമയത്ത് മെല്ലെ പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. പുള്ളിക്കാരിയെ ഇൻവൈറ്റ് ചെയ്ത പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്തു. നമുക്കൊന്നായാലോ? പറഞ്ഞു അരുത് അരുത്. അവസാനം വസ്ത്രം വരെ പിടിച്ചു പറിച്ചെങ്കിലും പുള്ളി വസ്ത്രത്തിനല്ല വില കൊടുത്തത്, ക്യാരക്ടറിനാ വില കൊടുത്തത്. ഗ്ലോറി ടു ജീസസ്. ക്യാരക്ടർ. കാരണം യോസെഫിനെ വിളിച്ചിരിക്കുന്നത് പോത്തിഫറിന്റെ വീട്ടിലെ കാര്യസ്ഥനായിട്ടല്ല, രാജ്യത്തിന്റെ മന്ത്രിയായിട്ടാണെന്ന് വ്യക്തമായിട്ട് തന്റെ കോളിങ്ങിനകത്ത് താൻ തിരിച്ചറിഞ്ഞിരുന്നു. ഗ്ലോറി ടു ജീസസ്. കുഞ്ഞെ, ഒരു ചെറിയ തെറ്റ് വലിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തും. ഒരു ചെറിയ പാപം വലിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തും. ഒരു ചെറിയ തെറ്റ് വലിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്തും. ഞാനോ പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഇട, ഈ ഇട എന്ന വാക്കിന് ബൈബിളിൽ ഭയങ്കര പ്രത്യേകതയുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു, നിങ്ങളോ സാത്താന് ഇടം കൊടുക്കരുത്. കണ്ടോ, ഇടം കൊടുക്കരുത്. ഇടം, ഇട, അത് എത്ര സെന്റിമീറ്റർ ആണ്, എത്ര ഇഞ്ചാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. സാത്താനെ സംബന്ധിച്ച് ഒരു പല്ലിന്റെ വിടവ് പോലും വേണ്ട, അവൻ അവിടെ കയറി താവളം അടിക്കാൻ. മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അഭിഷേകം കൂടെ നിന്റെ മേലുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അവിടെ താവളമല്ല, അവിടെ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ പണിയും പുള്ളി. എന്നിട്ട് ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചു കയറ്റും. ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ട് അറിയാം, ഇന്നത്തെ ഈ സന്ദേശം പലരെയും വാഷ് ചെയ്ത് പുറത്തെടുക്കും. തുള്ളുകയും വേണ്ട, ചാടുകയും വേണ്ട, സൈലന്റ് ആയിട്ട് നിന്ന് ഗ്രഹിച്ചാൽ മതി. അനുഗ്രഹിക്കപ്പെടും. നിനക്ക് പിണങ്ങാൻ ഒരിടം കിട്ടിയാൽ നീ എങ്ങനെ തീരുമാനം എടുക്കും? വഴക്ക് കൂടാൻ ഒരിടം കിട്ടിയാൽ എങ്ങനെ തീരുമാനം എടുക്കും? ഇതെല്ലാം അഭിഷേകത്തിലും ക്യാരക്ടറിനകത്ത് കിടക്കുന്ന കാര്യമാണ്. കള്ളം ചെയ്യാൻ ഒരിടം കിട്ടിയാൽ എങ്ങനെ തീരുമാനം എടുക്കും? പാപം ചെയ്യാൻ ഒരിടം കിട്ടിയാൽ എങ്ങനെ തീരുമാനം എടുക്കും? Glory to Jesus. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ സമയം ഒത്തിരി പോകും. ഇനി ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ആഹാ, ഇതൊരു രാജ്യം ഭരിച്ച ഒരു വ്യക്തിയാ ചോദിക്കുന്നത്, പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന്. സാധാരണ ഭരണം ഏറ്റെടുക്കുന്നവരെല്ലാം കൂടെ പീഡനമാണ് സാധാരണ നാട്ടിൽ കണ്ടുവരുന്നത്. പീഡനം, പലതരത്തിലുള്ള പീഡനം. പക്ഷേ ശമൂവേൽ പറയുന്നു, ഞാൻ ഒന്നിനാലും ജനത്തെ പീഡിപ്പിച്ചിട്ടില്ല. വിലക്കയറ്റം കൊണ്ടും ജനത്തെ പീഡിപ്പിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്നതിനെ കൊണ്ടും ജനത്തെ പീഡിപ്പിച്ചിട്ടില്ല. വല്ല നിയമങ്ങൾ ജനത്തിന്റെ മേൽ ചുമത്തിയും ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. അധിക നികുതി ചുമത്തിയും പീഡിപ്പിച്ചിട്ടില്ല. ഞാൻ വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഒരു ഭരണകർത്താവിന്, ഒരു പ്രവാചകന് ഇങ്ങനൊക്കെ ചോദിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ കാര്യമാണ്. ഭയങ്കര വലിയൊരു സാക്ഷ്യമാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം, ഞാൻ ന്യായം സംസാരിക്കേണ്ട സ്ഥലത്ത് വാപൊത്തി പുള്ളിക്കാരൻ എന്നോടൊന്ന് ഇഷ്ടം കൂടിക്കോട്ടെ എന്ന് പറഞ്ഞ് കൂടെ നിന്ന് സുഖിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പിന്നെ ഞാൻ ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞ ഇനി പുള്ളിക്കാരിക്ക് എന്നോട് വല്ലതും തോന്നിയാലോ എന്ന് പറഞ്ഞ് അതെ 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 എന്നും പറഞ്ഞ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ന്യായം ഉള്ളിടത്ത് ന്യായം ഉണ്ടെന്ന് പറയണം, നീതി ഇല്ലാത്തടത്ത് നീതി ഇല്ലെന്ന് പറയണം. ഞാൻ അങ്ങനല്ലേ ചെയ്തിട്ടുള്ളൂ. അനോയിന്റിങ് പ്ലസ് ക്യാരക്ടർ. ഒരു വ്യക്തിക്ക് എന്നോട് പിണങ്ങാതിരിക്കാനും ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹം കൂടാനും വേണ്ടി ഞാൻ എൻ്റെ കണ്ണ് അടച്ച് കുരുടാക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ദൈവത്തിന്റെ മുമ്പിലുള്ള സാക്ഷ്യമാണ് എന്നാണ് ശമൂവേൽ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തുന്ന ബന്ധങ്ങളൊന്നും നിൽക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നിങ്ങളും അന്ധകാരത്തിനകത്താകെയാണ്.
നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അന്ധകാരത്തിനകത്താകുക. അതേസമയം ഒരു തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സിനെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. മറ്റത് തെറ്റ് ചെയ്ത വ്യക്തിയുടെ കൂടെ നിന്ന് അതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ സർവ്വസാധാരണം അല്ലേ, ഒരു തെറ്റൊക്കെ ചെയ്യാതെ ആരാ ഉള്ളേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവനെ സംശയിക്കണം. Glory to Jesus. Anointing plus character. ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല, വാങ്ങാത്തത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണ് കുരുടായിട്ടുമില്ല. യഹോവയുടെയും അവൻ്റെ അഭിഷിക്തന്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പേ, ഞാനത് മടക്കിത്തരാം. ഞാൻ എന്തെങ്കിലും ആരുടെയെന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴുതയെ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, കാളയെ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടെന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാം മടക്കിത്തരാൻ തയ്യാറാണ്. ഇതൊരു ശരിയായ അഭിഷിക്തന്റെ, ഒരു ശരിയായ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. ഇത് ദൈവം തെരഞ്ഞെടുത്ത എല്ലാ വ്യക്തികളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ മേൽ ദൈവിക അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിയുക. ദൈവിക അഭിഷേകമുള്ള വ്യക്തിയിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നും തിരിച്ചറിയുക. ഹല്ലേലൂയ. ഇത് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന പൊസിഷനിൽ ഒരു നല്ല റിസൾട്ട് ഉള്ളൊരു വ്യക്തിയായി മാറണം, ഒരു നല്ല ടെസ്റ്റിമണി ഉള്ളൊരു വ്യക്തിയായി മാറണം. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ഒരു നല്ല ലീഡറായിരിക്കണം. ഹല്ലേലൂയ. അത് ഫാമിലിയിലാണെങ്കിലും, സൊസൈറ്റിയിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, ചർച്ചിലാണെങ്കിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. അതിനവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തൻ്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എൻ്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവൻ്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ജനം, ഇസ്രായേലിലെ സകല ജനവും ഞങ്ങൾക്കൊരു ലീഡർ വേണം, ഞങ്ങൾക്കൊരു ലീഡർ വേണം, ഞങ്ങൾക്കൊരു ലീഡർ വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. എന്നാൽ തുടക്കത്തിൽ ശൗലിന്റെ ഭരണം വളരെ നല്ല രീതിയിലായിരുന്നെങ്കിലും മധ്യഭാഗത്ത് വന്ന് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി. താൻ ദൈവത്തോടും സഭയോടും എല്ലാം താൻ അവിശ്വസ്തത പുലർത്തി, താൻ വളരെ ക്രൂവലായിട്ട് സഭയോട് പെരുമാറി. ഇന്ന് ജനം വല്ലാതെ വേദനിക്കുന്നു. അതുകൊണ്ട് തന്നെ 13-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്കൊരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നത് പോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവിൻ. ശമൂവേലിന്റെ പ്രായം എത്രയാണെന്നൊന്ന് ആദ്യം ഒന്നുകൂടെ നിങ്ങൾ ഓർക്കണം. നന്നേ നരച്ചു, നന്നേ വയസ്സായി, പക്ഷേ നീതിയോടെ ജീവിച്ച, അഭിഷേകം നഷ്ടപ്പെടുത്താത്ത, ക്യാരക്ടർ കളഞ്ഞു കുളിക്കാത്ത നല്ലൊരു അഭിഷിക്തൻ വിരമിക്കുന്നതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പം കണ്ടേച്ചും വേണം വീട്ടിൽ പോകാൻ, ഇപ്പം കണ്ടേച്ചും വേണം വീട്ടിൽ പോകാൻ, ഇപ്പം കണ്ടേച്ചും വേണം വീട്ടിൽ പോകാൻ. ശമൂവേൽ പറയുന്ന തനിക്കൊരു അനോയിന്റിങ് ഉള്ളത് കൊണ്ട്, തനിക്കൊരു നല്ല ക്യാരക്ടർ ഉള്ളത് കൊണ്ട് താൻ എന്തു ചോദിച്ചാലും ദൈവം തനിക്ക് വേണ്ടി ചെയ്യൂന്നറിയാം. അതുകൊണ്ട് പറയുകയാണ് ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ, ഞാൻ യഹോവയോട് അപേക്ഷിക്കും. ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് മഴ പെയ്യുന്നത് സാധാരണമല്ല, മഴ പെയ്യില്ല, അത് മഴയുടെ കാലമല്ല. പക്ഷെ പറയാ, ഞാൻ യഹോവയോട് അപേക്ഷിക്കും, ദൈവം എനിക്കത് ചെയ്യും. ഇത് പറയാൻ പറ്റുമോ അഭിഷിക്തർക്ക്? ഇത് പറയാൻ പറ്റുമോ ഈ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക്? ഈ വാക്ക് പറയാൻ പറ്റുമോ നമുക്ക്? ഞാൻ ദൈവത്തോട് ചോദിക്കും,
ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ചെറിയ വിശ്വാസമൊന്നുമല്ല കേട്ടോ. ഇനി അങ്ങനെ പറയാനും വേണ്ടി ചെറിയ പ്രാഗൽഭ്യമോ അല്ല തനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ. കാരണം 5-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ അവകാശപ്പെടുന്നത്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന്, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നമുക്കെല്ലാവർക്കും ഒരു സാക്ഷിയുണ്ട്. ആരാന്നറിയാവോ? ദൈവം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യത്തിന് സാക്ഷിയുണ്ട്. ഇനി ഈ സാക്ഷി തന്നെയാണ് എൻ്റെ പ്രവൃത്തി കാണുന്നതും എൻ്റെ പ്രാർത്ഥന കാണുന്നതും. ഈ സാക്ഷി തന്നെയാണ്. കർത്താവിന് ആരെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്തിട്ട് വേണ്ട എൻ്റെ നീതി അറിയാൻ. കർത്താവ് സദാസമയവും 24 മണിക്കൂർ ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി പോയിട്ട് എൻ്റെ ഭാര്യ മധ്യസ്ഥം ചെയ്തിട്ട് വേണ്ട ഞാൻ പാവമാണെന്ന് അറിയാൻ. കർത്താവിന് നന്നായിട്ട് അറിയാം പാവമാണോ, ഏത് ടൈപ്പാണ്. ആ ഞാൻ തന്നെയാണ് ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പോകുന്നത്. എന്റെ സാക്ഷിയായിരിക്കുന്ന ദൈവം തന്നെ, ആ ദൈവത്തിന്റെ മുമ്പേ തന്നെ ഞാൻ പോയി അടുത്ത വിഷയം പ്രാർത്ഥിക്കാൻ പോകുക. കാരണം ഇവിടെ ശമൂവേല് തന്നെ ദൈവം എന്റെ പ്രവർത്തിക്ക് സാക്ഷി എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നമുക്ക് ചെയ്യാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവിൻ. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കിയാൽ യഹോവയോട് ദോഷം ചെയ്ത് എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. ഒരു പാപം ചെയ്ത ജനം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാജ്യം ഭരിക്കാൻ ഒരു നേതാവ് വേണം എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റാണോ? രാജ്യം ഭരിക്കാൻ ഒരു മന്ത്രി വേണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? രാജ്യം ഭരിക്കാൻ ഒരു ലീഡർ വേണം ആഗ്രഹിക്കുന്ന തെറ്റാണോ? അല്ല. പക്ഷേ അവർ ദൈവത്തെക്കാൾ, ദൈവത്തിന്റെ ലീഡർഷിപ്പിനേക്കാൾ, ദൈവത്തിന്റെ നടത്തിപ്പിനേക്കാൾ അവർ മനുഷ്യനിൽ ആശ്രയിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്. അവരൊരു രാജാവിനെ ചോദിച്ചതിനോ, എന്നാ പിന്നെ അവിടെ ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തതോ? അതല്ല. ആശ്രയത്തിലും സമർപ്പണത്തിലും വ്യത്യാസം ഉണ്ടായി. അവരിട്ട ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ രാജാവിലായിരുന്നു. കുഞ്ഞേ, ഇന്ന് അവിടെയാണ് ഒരു മാറ്റം നമുക്ക് വരേണ്ടത്. മനുഷ്യർ നമുക്ക് വേണം, മനുഷ്യരെല്ലാം നമുക്ക് ഇഷ്ടമാണ്, മനുഷ്യൻ വേണം, മനുഷ്യനില്ലാതെ ഒന്നുമില്ല. പക്ഷേ ദൈവത്തെക്കാൾ അപ്പുറമായും നമ്മൾ ഒന്നിനും വില കൊടുക്കരുത്. ദൈവത്തെക്കാൾ അപ്പുറമായി നമ്മൾ ഒന്നിനും വില കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഇതാണ്. ശമൂവേൽ ആഗ്രഹിക്കുന്ന ഇതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിട്ട് മനസ്സിലാക്കണം. ഇത് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും, അവൻ എന്റെ അപേക്ഷ കേൾക്കും. നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റണം. നോക്ക്, ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന കാര്യം നോക്ക്. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കുകയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ അറിയും. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. കണ്ണുരുട്ടിയപ്പോ അല്ല ഭയപ്പെട്ടത്. കേൾക്കുന്നോ നിങ്ങൾ? ശമൂവേൽ കണ്ണുരുട്ടിയപ്പോഴല്ല, ശമൂവേൽ വാളൂരിയപ്പോഴും അല്ല, ശമൂവേൽ ഇപ്പൊ കാച്ചിക്കളയും എന്ന് പറഞ്ഞപ്പോഴും അല്ല. ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോ ഭയപ്പെട്ടു. ഓ, അതൊരു വേറെ റേഞ്ച് ആണല്ലോ. ഞാൻ ആ പറഞ്ഞ വാക്ക് വേറൊരു റേഞ്ച് ആണല്ലോ. പ്രാർത്ഥിച്ചപ്പോ ഭയപ്പെട്ടു. നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്ന ഒരു തലമുണ്ട്. അതാണ് ഞാൻ പറയുന്നത് അനോയിന്റിംഗ് പ്ലസ് ക്യാരക്ടർ. ഒരുപോലെ ബാലൻസ്ഡ് ആയി കൊണ്ടു നടക്കുന്നവന്റെ പ്രാർത്ഥനയെ പോലും ഭയപ്പെടുന്ന മണ്ഡലമുണ്ട്. Glory to Jesus. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കും. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, ആകാശത്തുനിന്ന് തീ ഇറങ്ങുന്നേ. തീ ഇറങ്ങേണ്ടടുത്ത് തീ ഇറങ്ങും. ഇടിയും മഴയും പെയ്യേണ്ടടുത്ത് ഇടിയും മഴയും പെയ്യും. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് വേണ്ടി മാത്രം ദൈവം ചെയ്യുന്നൊരു വലിയ കാര്യമാണ് പ്രാർത്ഥിക്കുന്ന ദൈവം. ഞാൻ പ്രാർത്ഥിക്കും, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചതാ ഇപ്പൊ ഈ കണ്ടത്. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു, ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ഹല്ലേലൂയ. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാർത്ഥന, റിസൾട്ട് വരുമെന്നുള്ള കോൺഫിഡൻസ്, ഇത് നമ്മുടെ ആത്മാവ് തരേണ്ടതാണ്. ആത്മാവാണ് അവിടെ ക്ലീൻ ചിറ്റ് എഴുതേണ്ടത്. ഹല്ലേലൂയ. നീ ഒന്നിലും പ്രശ്നക്കാരനല്ല കുഞ്ഞേ. ഇതിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ സാരം, ദൈവം തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ റിസൾട്ട് ഓറിയന്റഡ് ആയി മിനിസ്ട്രി ചെയ്യണമെന്നാണ്. അവൻ റിസൾട്ട് ഓറിയന്റഡ് ആയി പ്രാർത്ഥിക്കണമെന്ന്. അവൻ എന്ന് വെച്ചാൽ റിസൾട്ട് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ വിടുതൽ മാത്രം കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നവൻ എങ്ങനായിരിക്കണം, ഒരു അഭിഷിക്തൻ എങ്ങനായിരിക്കണം, ഒരു നല്ല ലീഡർ എങ്ങനായിരിക്കണം. നല്ല ലീഡർ എങ്ങനായിരിക്കണം? എങ്ങനായിരിക്കണം. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി എൻ്റെ മക്കൾ നിങ്ങളോടുകൂടെയുണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരിക്കുന്നു. അപ്പൊ നായകൻ എങ്ങനായിരിക്കണം? ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാൻ അത് മടക്കി തരാം. അതിനവർ, നീ ഞങ്ങളെ ചതിക്കയോ പീഡിപ്പിക്കയോ യാതൊരുത്തന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു നായകൻ, ഒരു അഭിഷിക്തൻ, ഒരു ലീഡർ ഇങ്ങനെ ആയിരുന്നാൽ, ഇങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചാൽ, ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്താണെങ്കിലും ആ കാലത്താണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ ഇടിയും മഴയും പെയ്തിരിക്കും ഉറപ്പാ. ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് മഴ പെയ്യത്തില്ല, നല്ല വേനലുള്ള സമയമാണ്. പക്ഷേ ഒരു അഭിഷിക്തൻ പ്രാർത്ഥിച്ചാൽ ഏത് ക്ലൈമറ്റും ചേഞ്ച് ആകും. ഒരു അനോയിന്റഡ് പേഴ്സൺ പ്രാർത്ഥിച്ചാൽ ഏത് ക്ലൈമറ്റും ചേഞ്ച് ആകും, ഏത് കാലവും മാറും, ഏത് സീസണും ചേഞ്ച് ആകും. ആ രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം ചെയ്യുന്ന വ്യക്തികൾ ഇന്നുമുണ്ട്. എത്ര പേർക്ക് ഇത് രാത്രി ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട നിങ്ങൾ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അതൊരു ചതിയാണ്. അവകാശപ്പെട്ടവന് നൽകാതിരുന്നിട്ടുണ്ടോ? ചതിയാണ്. അവകാശപ്പെട്ട ഒരു വ്യക്തിയെ അയക്കാതിരുന്നിട്ടുണ്ടോ? ചതിയാണ്. ഒരുത്തന്റെ കൂലി പിടിച്ചു വച്ചിട്ടുണ്ടോ? ചതിയാണ്. എല്ലാം ചതിയാണ്. അല്ല, ചതി എന്ന് പറയുമ്പോൾ കാളയും ആടും ഒന്നും അർത്ഥോണ്ടും പിടിച്ചോണ്ടും പൊട്ടിച്ചോണ്ടും പോകുന്ന മാത്രമൊന്നും അല്ല. അനോയിന്റിങ് പ്ലസ് ക്യാരക്ടർ, ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ബാലൻസ്ഡ് ആകുന്നവന്റെ ജീവിതമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവൻ മറ്റൊരുത്തനിലേക്ക് നോക്കണ്ട. ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്നു. അതല്ലേ ശമൂവേൽ പറഞ്ഞ്, ദൈവം നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന വലിയ കാര്യം നോക്കിക്കൊള്ളുവിൻ. ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന വലിയ കാര്യം നോക്കിക്കൊള്ളുവിൻ. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ശമൂവേലിന്റെ പ്രാർത്ഥനയിൽ ജനത്തിന്റെ ഉള്ളത്തിൽ വന്നത് ഭീതി മാത്രമല്ല, പാപബോധം കൂടെയാണ്. പാപബോധം, അനുതാപം. കുഞ്ഞെ, ഒരു ദൈവവചനം കേൾക്കുമ്പോൾ, ഒരു ദൈവിക ആശയം കേൾക്കുമ്പോൾ, ഒരു ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ അന്തരംഗം ശോധന ചെയ്യപ്പെടുന്നില്ല. ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം അന്തരംഗങ്ങൾ ശോധന ചെയ്ത് എവിടെയെങ്കിലും കറയോ മാലിന്യമോ ചുളുക്കമോ വാട്ടമോ ഉണ്ടെങ്കിൽ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ ഇടിയും മഴയും പെയ്യത്തില്ല. അവിടെ ബ്ലോക്ക് ചെയ്യും, അവിടെ തടയും.
ഇവിടെ ജനത്തിന് ശമൂവേലിന്റെ പ്രാർത്ഥനയിൽ വന്നത് ഭീതി മാത്രമല്ല, അവർക്ക് വന്ന ഭീതി ഇതാണ്, പാപബോധത്തെ കുറിച്ചുള്ള ഭീതി. നിങ്ങളൊരു അഭിഷേകവും ക്യാരക്ടറും ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോയി വഴക്കു കൂടണ്ട. നിങ്ങൾ പോയി മുന്നേ നിൽക്കുമ്പോ തന്നെ ആ വ്യക്തിയുടെ തെറ്റ് ഇവർക്ക് ബോധ്യം വരും. ഞാൻ അങ്ങനെ എൽഇഡി ചെയ്ത്, ഞാൻ ഇങ്ങനെ എൽഇഡി ചെയ്ത്, ഞാൻ അങ്ങനെ എൽഇഡി ഉദ്ദേശിച്ചു, ഞാൻ ഇങ്ങനെ എൽഇഡി ഉദ്ദേശിച്ചേ, ഒന്നും പറയണ്ട. നിങ്ങൾ പോയി അവരുടെ മുഖത്ത് നോക്കി നിൽക്കുമ്പോ തന്നെ നിന്നോട് ചെയ്ത തെറ്റ് അവരുടെ ഉള്ളത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ അവിടെ ന്യായം വിസ്തരിക്കാൻ പോണ്ട, വ്യവഹാരം നടത്താൻ പോണ്ട. യഹോവ തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വ്യവഹാരം നടത്തി തരും. ഇങ്ങനെ ഒരു അനോയിന്റഡ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇനി ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായും നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു, എങ്കിലും യഹോവയെ വിട്ടുമാറാതെ, എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാ വസ്തു തന്നെയല്ലോ. യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. പ്രവാചകൻ പ്രവചിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ദൈവമല്ലാത്തതിനെ വണങ്ങിപ്പോയോ? ദൈവമല്ലാത്തതിനെ വിശ്വസിച്ചു പോയോ? ദൈവത്തെക്കാൾ ഏറെ മനുഷ്യനിൽ ആശ്രയിച്ചു പോയോ? ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ഏറെ മനുഷ്യനോട് സംസാരിച്ചോ? ദൈവത്തോടു കൂടി ഇരിക്കുന്നതിനേക്കാൾ മനുഷ്യനോടുകൂടെ രാത്രി ഉറക്കളച്ചിരുന്നോ? ഭയപ്പെടായുവിൻ, ഭയപ്പെടായുവിൻ. വീണ്ടെടുപ്പാൻ ശക്തനായ ദൈവത്തിന്റെ മുമ്പിലല്ലയോ ഞാനും നിങ്ങളും എല്ലാം വന്നിരിക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു. തിരുവെഴുത്ത് എന്താ പറയുന്നതെന്നറിയാവോ? തിരുവെഴുത്ത് പറയുന്നു, ഭയപ്പെടായുവിൻ, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു, എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. ഇനി എന്തോ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും ചേരരുത്. എത്ര ഉയർത്തു എന്ന് പറഞ്ഞാലും ചേരരുത്. രക്ഷിപ്പാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ, രക്ഷിപ്പാൻ കഴിയാത്ത മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാൻ കഴിയാത്ത മിഥ്യാമൂർത്തി എന്നല്ല. അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നിന്നെ വിട്ടിട്ട് നീ എവിടെയെങ്കിലും പോയി കുഴിയിൽ ചാടിയാൽ ആ ചാടിയ കുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്ത മൂർത്തി. ഗ്ലോറി ടു ജീസസ്. സാത്താന്റെ വാക്കിന് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കാണുന്ന സകല ദേശവും കിട്ടും, അതൊക്കെ സത്യവാ. പക്ഷെ അതിന്റെ പേരിൽ യേശുവിന് നഷ്ടമാകുന്ന വലിയൊരു പദവിയുണ്ട്. യേശുവിന്റെ മേൽ പിതാവ് പകർന്നിട്ട് വലിയൊരു അഭിഷേകമുണ്ട്. യേശുവിന്റെ മേലിട്ടൊരു വലിയ ശുശ്രൂഷയുണ്ട്. എന്തൊക്കെ നഷ്ടം വരുമായിരുന്നു ഓർത്ത് നോക്കാം. സംഭവം കാര്യം അവിടെ സിംഗപ്പൂരും മലേഷ്യയും സ്വിറ്റ്സർലാൻഡും എല്ലാം കിട്ടും. പക്ഷെ നഷ്ടപ്പെട്ടത് ഇതൊന്നും മടക്കി കൊടുത്താൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. അവിടെയാ വ്യത്യാസം. ഷാജി നിന്റെ മുമ്പിൽ കൊണ്ട് പലതും വെക്കും, സാത്താൻ വല്ലതും കൊണ്ട് വെക്കും, പലതും കൊണ്ട് വെക്കും. പക്ഷെ അതിലൊക്കെ കുടുങ്ങിപ്പോയാൽ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പോ യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. അത് ഉറപ്പുള്ള വാക്കാ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ വാക്ക് പിടിക്കാം, സ്വീകരിക്കാം, വിശ്വസിക്കാം. യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം, യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ തനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നിങ്ങളെ ഒരു നല്ല കൂട്ടുകാരനായി, നിങ്ങളെ ഒരു നല്ല സുഹൃത്തായി കൂട്ടാൻ ആർക്കും തോന്നാത്ത കാലഘട്ടത്തിൽ നിന്ന്, നിങ്ങളെ ഒരു നല്ല വ്യക്തിയായി എണ്ണാൻ ആർക്കും തോന്നാത്ത കാലഘട്ടത്തിൽ നിന്ന്, നിങ്ങളെ ഒരു നല്ല ഭാര്യയായി എണ്ണാൻ ആർക്കും അല്ല, അർഹതപ്പെട്ടവന്, അവകാശപ്പെട്ടവന്, കടപ്പാടുള്ളവന് തോന്നാത്ത സ്ഥാനത്ത് നിന്ന്, നിങ്ങളെ ഒരു നല്ല മകനും മകളുമായി എണ്ണാൻ ജന്മം തന്നവർക്ക് പോലും തോന്നാത്ത സ്ഥാനത്ത് നിന്ന്,
നിങ്ങളൊരു കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് എണ്ണാൻ നിങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തിക്ക് പോലും തോന്നാത്ത സ്ഥാനത്ത് നിന്ന്, നിങ്ങളൊരു നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാണെന്ന് പറയാൻ ആർക്കും തോന്നാത്ത സ്ഥാനത്ത് നിന്ന്, നിങ്ങളൊരു കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു പ്രോത്സാഹിപ്പിക്കാൻ ആർക്കും തോന്നാത്ത സ്ഥാനത്ത് നിന്ന് ദൈവത്തിന് തോന്നിയത് തൻ്റെ മഹത്തായ നാമനിമിത്തം, തൻ്റെ മഹത്തായ നാമനിമിത്തം അവൻ്റെ ആരൊക്കെയോ ആക്കാൻ, കർത്താവിൻ്റെ ആരൊക്കെയോ ആക്കാൻ ദൈവത്തിന് തോന്നിയ വലിയ കൃപയിലേക്ക് ഇന്ന് രാത്രിയിൽ, ആ ദൈവത്തിൻ്റെ തോന്നലിലേക്ക്, തൻ്റെ ജനമാക്കിക്കൊള്ളുവാനുള്ള തൻ്റെ ഇഷ്ടത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ദൈവം ആരെയൊക്കെയോ ക്ഷണിക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പിശാച് ഭയപ്പെടുന്നത് ശമൂവേലിനെ പോലെ നിങ്ങൾക്കൊരു സാക്ഷിയുള്ളപ്പോഴാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മറുപടി വെളിപ്പെടുന്നത് ശമൂവേലിനെ പോലെ ഒരു സാക്ഷിയുള്ളപ്പോഴാണ്. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. മനുഷ്യനെ പ്രസാദിപ്പിക്കുമ്പോഴല്ല, സാക്ഷാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, സാക്ഷാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ. ഗ്ലോറി ടു ഗാഡ്. എല്ലാ കണ്ണുകളും അടയട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനകത്ത് ഭയങ്കര ആശയമുണ്ടല്ലോ അപ്പനെ. ദൈവമേ, ഞങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നതിലല്ല, ലഭിച്ച സ്ഥാനത്ത് വിശ്വസ്തനായിരിക്കുന്നതിലാണല്ലോ. ദൈവമേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ ജനത്തെ, യൂട്യൂബിലും സൂമിലും എന്നെ കാണുന്ന ഓരോ ജനത്തെ ഞാൻ യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ആലയത്തിൽ തഴച്ചു വളരാൻ തക്കവണ്ണം കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. ദൈവം പകർന്ന അഭിഷേകവും ദൈവം പകർന്ന അനോയിന്റിങ്ങിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തരണമേ. നല്ലൊരു ക്യാരക്ടറും കൂടെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കൃപ ചെയ്യണമേ. ഇതിനകത്ത് കൂടിയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. പാപം ചെയ്തവർ പാപബോധമുളവാകട്ടെ. യേശുവിൻ്റെ മുമ്പിൽ നിരപ്പാകട്ടെ. അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജനമെല്ലാം ചേർന്ന് ആമേൻ പറയട്ടെ.